ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ഇൻ ജർമ്മനി. അതായത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ്, അല്ലെങ്കിൽ ഇതിന് ഏജൻസിക്ക് ഇത്രത്തോളം പൈസ പറയുന്നു, ഇത്ര ഫീസ് ഉണ്ടോ, കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. കാരണം കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, എല്ലാവരുടെയും മെസ്സേജിന് ചിലപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റാമെന്ന് ഇരിക്കത്തില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഒരു 300+ ഹൗസ് ബിൽഡിങ്സ് ഉണ്ട്. സോ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ, ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ജർമ്മനിയിൽ നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞൊരു വ്യക്തിയാണ്. സോ എൻ്റെ എക്സ്പീരിയൻസസും ഇത് എങ്ങനെ നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാം എന്നുള്ളൊരു ഗൈഡൻസും ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ +2 കഴിഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്കാണെങ്കിലും അപ്ലൈ ചെയ്യാം. സോ അതിൽ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ ചെയ്യണമെങ്കിൽ 10th അല്ലെങ്കിൽ +2 കഴിഞ്ഞവർക്ക് ചെയ്യാം. പക്ഷെ നാട്ടിൽ നിന്ന് നമ്മളെപ്പോഴും +2 കഴിഞ്ഞവരായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. B1 അല്ലെങ്കിൽ B2 അതാണ് പറയുന്നത്. B1 എന്ന് പറയുന്നത് ചില ഷൂളകളിൽ മാത്രമേ എടുക്കാറുള്ളൂ. എപ്പോഴും നല്ലത് നാട്ടിൽ നിന്ന് B2 കംപ്ലീറ്റ് ചെയ്തിട്ട് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ B1 പഠിക്കുന്ന ഒരു ടൈം ആകുമ്പോഴേക്കും പയ്യെ ഓരോ ഷൂളേക്ക് അല്ലെങ്കിൽ ആർബൈറ്റ്സ് ഗേബേഴ്സിന് മെയിൽ അയക്കുക. അപ്പോൾ അവിടെ സ്റ്റെല്ലെ, അതായത് പ്ലേസസ് ഉണ്ടെങ്കിൽ അവർ നമുക്ക് റിപ്ലൈ തരും, മെസ്സേജസ് തരും, ഇന്ന ബാച്ചിലേക്ക് ആൾക്കാർ നമുക്ക് വേണം, അല്ലെങ്കിൽ സ്റ്റുഡൻസിന് ഞങ്ങൾ എടുക്കുന്നുണ്ടെന്ന് അവർ പറയും. ഓക്കെ, ഇനി ആർബൈറ്റ്സ് ഗേബർ അല്ലെങ്കിൽ ഷൂളെ, ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് എന്താണ് നേഴ്സിംഗ് ഹൗസ് ബിൽഡിങ് എന്നറിയത്തില്ലാണ്ട് ഇപ്പോൾ +2 ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് നിൽക്കുന്ന പിള്ളേർ വേണം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പറയാൻ പോകുന്നത്. അതായത് ഷൂളെ എന്ന് പറയുന്നത് നമ്മളിവിടെ പഠിക്കുന്ന നേഴ്സിംഗ് സ്കൂൾസിന് പറയുന്ന പേരാണ് ഷൂളെ. ആർബൈറ്റ്സ് ഗേബർ എന്ന് പറയുന്നത് നമുക്കൊരു എംപ്ലോയർ കാണും, നമ്മളെ, അതായത് നമ്മുടെ 3 കൊല്ലം 3 years ആണ് നമ്മുടെ കോഴ്സ്. ആ ഒരു 3 വർഷം നമുക്ക് സ്റ്റൈഫൻറ്റും കാര്യങ്ങളും നമ്മളെ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ആർബൈറ്റ്സ് ഗേബർ. സോ നമുക്ക് നാട്ടിൽ നിന്ന് ജർമ്മനിയിലേക്ക് വരണമെങ്കിൽ 2 കോൺട്രാക്റ്റ് ആവശ്യമുണ്ട്. ഒന്ന് ഷൂളയുടെ കോൺട്രാക്റ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്ന ആർബൈറ്റ്സ് ഗേബറിൻ്റെ കോൺട്രാക്റ്റും. ഇനി ഇപ്പോൾ സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഷൂളയുടെ അല്ലെങ്കിൽ ആർബൈറ്റ്സ് ഗേബറിൻ്റെ കോൺട്രാക്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും. അതായത് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. നിങ്ങൾക്കൊരു B2 കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ചില ഷൂളേഴ്സ് മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ, B1 വെച്ചിട്ട് പിള്ളേരെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ എന്തായാലും ജർമ്മൻ ലാംഗ്വേജും B2 നാട്ടിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നത്. കാരണം ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടാവാണ്ടിരിക്കാൻ നല്ലത് എപ്പോഴും ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് വരുന്നതാണ്. സോ B1 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പയ്യെ നിങ്ങൾ ഗൂഗിളിൽ തന്നെ പോയി കഴിഞ്ഞാൽ ക്രാങ്ങൻ ഹൗസ്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഓൾഡ് ഏജ് ഹോമിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എന്താ പറയുന്നത്, ആൾട്ടൻഹൈം ഇന്ന പ്ലേസ്, അല്ലെങ്കിൽ ഇപ്പോൾ മ്യൂൻഷൻ അല്ലെങ്കിൽ ബെർലിൻ, അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇപ്പോൾ നോർത്ത് വെസ്റ്റ്ഫാലിയ, അങ്ങനത്തെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൻ്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. അവരുടെ മെയിൽ ID യും അതിൻ്റെ അകത്ത് തന്നെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ചില ക്രാങ്ങൻ ഹൗസിന് അല്ലെങ്കിൽ ആൾട്ടൻഹൈമിന് തന്നെ നമുക്ക് ഷൂളേഴ്സ് കാണും. അപ്പം നിങ്ങൾ ജസ്റ്റ് മെയിൽ അയച്ച് ചോദിക്കുക. നിങ്ങൾ എന്തായാലും B1 പഠിക്കുന്ന എത്തിക്കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കാണും, ലൈക്ക് കുറച്ചൊക്കെ ജർമ്മൻ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ തന്നെ ഒരു മെയിൽ ID ഉണ്ടാക്കിയിട്ട്, എല്ലാവർക്കും മെയിൽ ID കാണുമല്ലോ, അപ്പോൾ ഈ ഒരു മെയിൽ ID യിലോട്ട് കയറിയിട്ട് ജസ്റ്റ് ഒരു മെയിൽ അയയ്ക്കുക. ഇന്ന പോലെ ഞാൻ നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് ഇന്ന ലെവൽ കഴിഞ്ഞു, എനിക്ക് ജർമ്മനി പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ മോട്ടീവ് എഴുതി നിങ്ങളൊരു മെയിൽ അയയ്ക്കുക. അവിടെ എന്താ പറയുന്നത്, പിള്ളേർ എടുക്കുന്നുണ്ടെങ്കിൽ അവർ റിപ്ലൈ തരും. അല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ അയച്ച സമയത്ത് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാൻ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് നോക്കാൻ നേരം അവർ പറഞ്ഞു ഇപ്പം ഫുള്ളായി, ബട്ട് അടുത്ത ഇൻടേക്കിലേക്ക്, അതായത് ഇപ്പം ഞാനൊരു 2020 അയച്ചെങ്കിൽ എന്നോട് പറയും 2021 ഇന്ന സമയത്തേക്ക് മാർച്ച് ഇൻടേക്കിലേക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ വരാമെന്ന് പറയും. അപ്പോൾ എന്തായാലും നമ്മൾ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ റിപ്ലൈ തരും. ഇൻ കേസ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒന്നും കൂടി ഒരു മെയിൽ അയയ്ക്കുക. ഇനിയും അടുത്തെന്താണെന്ന് വെച്ചാൽ വേറെ കുറച്ച് സൈറ്റ്സ് ഉണ്ട്, ഹൗസ് ബിൽഡിംഗ് .de അല്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് വേൾഡ്, അങ്ങനത്തെ കുറച്ച് സൈറ്റ്സ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ എഴുതി കാണിച്ചു തരാം. ആ വെബ്സൈറ്റ് ആണെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇനിയും അടുത്ത സംസാരിക്കാൻ പോകുന്നത് ഹൗസ് ബിൽഡിംഗ്, അതായത് ഇതെങ്ങനെയാണ്. നമുക്ക് 3 years ആണ് ഇതിൻ്റെ കോഴ്സ് ഡ്യൂറേഷൻ. അതായത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ നമുക്ക് തിയറി ഉണ്ടായിരിക്കും, പ്രാക്ടിക്കലും കാണും.
ഓരോ സ്കൂളിന് ഡിപ്പെൻസ് ചെയ്തായിരിക്കും. ചില സമയത്ത് ഇപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മന്ത് എനിക്ക് സ്കൂൾസ് ആണെങ്കിൽ, അതായത് ഷൂളയാണെങ്കിൽ അടുത്ത 2 മന്ത്സ് എനിക്ക് പ്രാക്ടിക്കൽസ് ആയിരിക്കും. അങ്ങനെയായിരിക്കും എനിക്ക് ക്ലാസ്. ചിലർക്കെന്ന് പറയുന്നത് 1 വീക്ക് ഇപ്പോൾ ഷൂളയായിരിക്കും, ചിലർക്ക് 2 വീക്സ്, അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽസ് ആയിരിക്കും. ചിലർക്ക് 2-3 ഡേയ്സ് ഷൂളെ പോയിട്ട് ബാക്കി ഒരു 4 ഡേയ്സ് പ്രാക്ടിക്കൽസ് ആയിരിക്കും. അത് ഡിപ്പെൻസ് സ്റ്റേറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്പെൻസ് ഷൂളെ അവരുടെ ഒരു ഓർഗനൈസേഷൻ അനുസരിച്ച് ഇരിക്കും. പിന്നെ അടുത്ത ചോദ്യമാണ്, ചേച്ചി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ചേച്ചി സ്റ്റൈഫൻഡ് ഉണ്ടോ, അത് നമുക്ക് പൈസ കിട്ടുമോ എന്നുള്ള ചോദ്യമാണ്. സോ ഓഫ് കോഴ്സ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന്, അതായത് നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് നമുക്ക് സ്റ്റൈഫൻഡ് ഉണ്ട്. അതായത് 1000 അല്ലെങ്കിൽ 1500 വരെ നമുക്ക് നമ്മുടെ എന്താ പറയുന്നത് സ്റ്റൈഫൻഡ് ഉണ്ട്. ബട്ട് എന്ന് പറഞ്ഞാൽ ഈ 1500 എന്ന് പറഞ്ഞാൽ 3rd ഇയറിലുള്ള എൻ്റെ കോൺട്രാക്ട് അനുസരിച്ചാണ് 1500. പക്ഷേ ഈ 1500 എനിക്ക് കിട്ടില്ല, എനിക്ക് 1200 കിട്ടത്തുള്ളൂ. ആഫ്റ്റർ ടാക്സും കാര്യങ്ങളെല്ലാം വരുന്ന എൻ്റെ നെറ്റ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് 1200 ആയിരുന്നു. സോ എന്തായാലും നമ്മൾ ഈ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുമ്പോൾ തൊട്ട് നമുക്ക് തിയറി, പ്രാക്ടിക്കൽസ്, അതിൻ്റെ കൂടി നമുക്ക് ഈ പൈസ, അതായത് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഒരു സാധനം നമ്മുടെ ആർബിറ്റ് സ്കേബേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓരോ വർഷം അനുസരിച്ച് ഇതിൻ്റെ അകത്ത് പൈസ ഡിഫറൻസ് ഒരു 100 euros വെച്ച് കൂടും കേട്ടോ. ഇപ്പം ഫസ്റ്റ് ഇയറിൽ എനിക്ക് കിട്ടിയത് ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ നെറ്റ് ഇൻകം എന്ന് പറയുന്നത് എനിക്ക് 900 സംതിങ് ആയിരുന്നു. സെക്കൻഡ് ഇയർ വന്നപ്പോൾ അത് 1100 ആയി. 3rd ഇയർ ആയപ്പോൾ അത് 1200 സംതിങ് എത്രയോ ആയി. സോ ഓരോ വർഷം അനുസരിച്ച് അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കും ഇച്ചിരി. അതാണ് സ്റ്റൈഫൻഡ് എന്തായാലും കിട്ടും, അത് നമ്മുടെ ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ആണ്, ചേച്ചി ഏജൻസി എടുത്താൽ മതിയോ, അല്ലെങ്കിൽ ഏജൻസിക്ക് ഇത്ര പൈസയാണ് 7 lakhs അല്ലെങ്കിൽ 4 lakhs ഒക്കെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മെസ്സേജസ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു ഫ്രീ പ്രോഗ്രാമാണ്. അതിന് ഇവിടെയുള്ള ആരും പൈസ വാങ്ങുന്നില്ല. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നാട്ടിൽ നിന്ന് ഏജൻസീസ് എന്ന് പറയുന്നുണ്ട് 4 lakhs 5 lakhs പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ. ബട്ട് നമുക്കിത് കുറച്ച് റിസ്ക്കാണ്, ഈസിയാണെന്ന് ഞാൻ പറയുന്നില്ല. അത് തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണും. അതായത് എന്താ പറയുന്നത്, കോൺട്രാക്റ്റ് കാര്യങ്ങൾ കിട്ടാൻ, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണം നമ്മുടെ +2ൻ്റെ കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷേ എങ്കിൽ പോലും കുറച്ച് വെയിറ്റ് ചെയ്യണം. ഈസി ആണെന്ന് ഞാൻ പറയത്തില്ല, കുറച്ച് ടൈം എടുക്കും. പക്ഷേ ഈ 4 lakhs 7 lakhs ഒരു വെച്ച് പറഞ്ഞാൽ 10 lakhs ആണ് ഏജൻസി ചോദിക്കുന്നത്. അത്ര ഒന്നുമില്ല, നമുക്ക് തന്നെ ചെയ്യാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് 2 മെയിൽ ID, അതായത് ഷൂളയുടെ അല്ലെങ്കിൽ എംപ്ലോയറിൻ്റെ മെയിൽ ID ഉണ്ടെങ്കിൽ അവിടെ ചോദിക്കുക. അവർക്ക് ഓക്കെ ആണെങ്കിൽ അവരൊരു ഇൻ്റർവ്യൂവിന് വിളിക്കും. അതായത് നമുക്കൊരു Zoom മീറ്റിങ്ങോ അങ്ങനെ കാര്യങ്ങളായിരിക്കും. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ നടത്തും. അതിനുശേഷം ബാക്കി പ്രൊസീജിയേഴ്സ് നമുക്ക് തന്നെ അവരോട് നമ്മളെന്തായാലും ജർമ്മൻ ലാംഗ്വേജ് ഒരു B1 B2 ആകുമ്പോഴേക്കും അത്യാവശ്യം നമുക്കറിയായിരിക്കും. അപ്പോൾ അതനുസരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. സോ ഞാൻ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.